എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാരും സുഖമല്ലേ? ദാ മിസ് ഇങ്ങനെ ഓരോ ചാപ്റ്റേഴ്സ് ഇങ്ങനെ തീർത്ത് വരാട്ടോ. നിങ്ങളുടെ എന്തായി പഠിത്തമൊക്കെ? മിസ് തീർക്കണം, മീൻസ് ഓരോ ചാപ്റ്റർ തീർക്കണ അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? ചാപ്റ്റേഴ്സ് ഓരോന്നായിട്ട് പഠിച്ച് വന്നോട്ടോ. അല്ലേ? പഠിക്കണില്ലേ എല്ലാരും? പഠിക്കണുണ്ടെന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണേ. ഓക്കെ ആണല്ലോ? അപ്പോ നമ്മളെന്താ ഇപ്പൊ നമ്മൾ ഏത് ചാപ്റ്റർ പഠിച്ചോണ്ടിരുന്ന നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഏത് ചാപ്റ്ററാ? നമ്മൾ സൗണ്ട് വേവ്സ് അല്ലേ പഠിച്ചുകൊണ്ടിരുന്നത്? സൗണ്ട് വേവ്സ്, അതായത് ക്ലാസ് 10th ഫസ്റ്റ് ചാപ്റ്റർ ആയ സൗണ്ട് വേവ്സ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ സൗണ്ട് വേവ്സിന്റെ ഇങ്ങനെ ഓരോ സെഷൻസ് ആയിട്ട് തീർത്തോണ്ടിരിക്കായിരുന്നു. അപ്പൊ ഫസ്റ്റ് സെക്ഷനിൽ നമ്മൾ എന്താ പഠിച്ചതെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഫസ്റ്റ് സെക്ഷനിൽ നമ്മള് സൗണ്ട് വേവ്സ് എന്താണെന്നാണ്, ബേസിക് ആയിട്ടുള്ള സൗണ്ട് വേവ്സ് എന്താണ്, സൗണ്ട് ഒരു എന്താ ഫോം ഓഫ് എനർജി ആണെന്ന് മിസ് പറഞ്ഞല്ലേ. പിന്നെ അത് ഓറിയന്റഡ് ആയിട്ട് നമ്മൾ എന്ത് പഠിച്ചു? നമ്മളെന്താ സൗണ്ട് വേവ്സ് നോക്കി. പിന്നെന്താ നമ്മളെന്താ പഠിച്ച? ടൈം പീരീഡും ഫ്രീക്വൻസിയും നോക്കി അല്ലേ? പീരീഡും ഫ്രീക്വൻസി നോക്കി. പിന്നെന്താ നോക്കിയത്? അത് ഓറിയന്റഡ് ആയിട്ട് കുറച്ച് പ്രോബ്ലംസ് എങ്ങനെ പീരീഡും എങ്ങനെയാണ് ഫ്രീക്വൻസിയും ഇതൊക്കെ എങ്ങനെയെന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കിയായിരുന്നു അല്ലേ. അപ്പൊ എല്ലാരും ഉഷാറല്ലേ പഠിക്കാൻ? അപ്പം ആ വീഡിയോ കാണാത്തവരെ എന്തായാലും പോയി കാണാട്ടോ. അത് കണ്ടു കഴിഞ്ഞിട്ട് വേണം ഇത് കാണാൻ കേട്ടോ. നിങ്ങൾക്ക് ഒരു കണ്ടിന്യൂഷൻ ഫ്ലോ കിട്ടും. ഓക്കെ, ആ വീഡിയോയിൽ നമ്മൾ ലാസ്റ്റ് നിർത്തി നാച്ചുറൽ ഫ്രീക്വൻസി പറഞ്ഞിട്ടാണല്ലേ. എന്താ നാച്ചുറൽ ഫ്രീക്വൻസി? മിസ് പറഞ്ഞല്ലേ, അതായത് ഒരു വസ്തു, ആ വസ്തുവിന് സ്വന്തമായിട്ട് എന്തുണ്ട്? വൈബ്രേറ്റ് ചെയ്യാനുള്ള ഒരു ഫ്രീക്വൻസി ഉണ്ട്. അതായത് അതിന് വൈബ്രേറ്റ് ചെയ്യാൻ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി ഉണ്ട്. ആ ഫ്രീക്വൻസിനെയാണ് എന്ത് പറയാ? നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയാം. എന്താണ്? ഒരു വസ്തു അതിന് സ്വന്തമായിട്ട് ഒരു ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യാൻ ഉണ്ട്. ആ ഫ്രീക്വൻസിനെയാണ് നമ്മൾ എന്ത് പറയാ? നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയണ്ടായ അല്ലേ. അപ്പൊ ഞാൻ ഇങ്ങനെ തുള്ളിക്കളിക്കുകയാണെങ്കിൽ, തുള്ളിക്കളിക്കുന്ന കുഞ്ഞിപ്പുഴാണെങ്കിൽ എനിക്ക് ആരുടെങ്കിലും പ്രസൻസ് കൊണ്ടാണ് ഞാൻ തുള്ളിക്കളിക്കുന്നത്? അല്ലല്ലേ. എന്റെ സ്വന്തം ഒരു എനർജി അല്ലെങ്കിൽ എന്റെ സ്വന്തം ഫ്രീക്വൻസിയിലാണ്. ഞാൻ ഒരാളുടെ പ്രഷറോ അല്ലെ ഫോഴ്സോ കൊണ്ടല്ല, ഞാൻ സ്വന്തമായിട്ട് ഇങ്ങനെ തുള്ളിക്കളിക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? എന്റെ ഫ്രീക്വൻസി അതാണ് അല്ലെ. അപ്പോൾ അതാണ് നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എന്താ? ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആൻഡ് റെസൊണൻസ് എന്ന് പറഞ്ഞതാണ്. അതായത് അത് ആ പേര് പറയണ്ട, അല്ലാണ്ട് തന്നെ നമുക്കൊരു എക്സാമ്പിൾ തൊട്ട് തുടങ്ങാം. അതായത് നിങ്ങൾ ഫോണില്ലേ, 10th-കാരാണ്, ഫോൺ യൂസ് ചെയ്യാൻ പാടില്ലേ. ഓക്കെ, മീൻസ് അങ്ങനെയല്ല കേട്ടോ ഉദ്ദേശിച്ചത്. നിങ്ങൾ ഫോൺ യൂസ് ചെയ്തോ, പക്ഷെ എന്നാലും ആവശ്യത്തിന് മാത്രം കേട്ടോ. എനിക്കറിയാം ഇപ്പോഴത്തെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നോട്ട്സ് ഒക്കെ ബുക്ക് ഇപ്പൊ ഈവൻ മിസ് പോലും പറയുന്ന ഫോണിൽ കൂടെ അല്ലേ. അപ്പൊ നിങ്ങൾ ആലോചിക്കും മിസ്സിന് തന്നെ വെളിവില്ലേന്ന് ആലോചിക്കും അല്ലേ. ഇല്ലട്ടോ, അങ്ങനെയല്ല. നിങ്ങൾ ആവശ്യത്തിന് യൂസ് ചെയ്യുക, അനാവശ്യത്തിന് ആരും യൂസ് ചെയ്യണ്ട കേട്ടോ. ഓക്കെ, പോട്ടെ. അപ്പൊ നമ്മളവിടെ ഫോൺ നമ്മളിപ്പോ സൈലന്റ് മോഡിൽ ഇട്ടേക്കാം. നമ്മൾ സൈലന്റ് മോഡിൽ ഇട്ടു, നമ്മളിങ്ങനെ നിങ്ങൾ പഠിച്ചോണ്ടിരിക്കുക. നമ്മൾ വെച്ചു, സൈഡിൽ വെച്ചിട്ട് നിങ്ങൾ നല്ല കുട്ടികളായിട്ട് പഠിച്ചോണ്ടിരിക്കായിരുന്നു. പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു വൈബ്രേഷൻ കിട്ടി. നമ്മൾ ടേബിളിൽ വെച്ചേക്കുക എന്ന് ഫോൺ ഇങ്ങനെ എഴുതിക്കൊണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു വൈബ്രേഷൻ കിട്ടി. അപ്പൊ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ നോക്കുമ്പോ ഫോൺ റിങ് ചെയ്യണ്ടല്ലോ, സൈലന്റ് മോഡിലായിരുന്നു. ഫോൺ റിങ് ചെയ്യണ്ട്. അപ്പൊ തന്നെ ഫോൺ എടുത്ത് ഇതാക്കി. പക്ഷെ നമ്മൾ ഫോൺ ചെയ്യണത് കണ്ടില്ല. ജസ്റ്റ് ആ വൈബ്രേഷൻ കിട്ടിയപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്തത്? അത് നോക്കിയത്. ഓക്കെ, ഫോൺ അടിക്കേണ്ടത് നമുക്ക് മനസ്സിലായത് ഇല്ലേ. അത്രേ ഉള്ളൂ ഫോഴ്സ്ഡ് വൈബ്രേഷൻ. അതായത് വൈബ്രേറ്റ് ചെയ്ത സാധനം ആരാ? ഫോണാണ് വൈബ്രേറ്റ് ചെയ്തത്. പക്ഷെ ആ വൈബ്രേഷൻ എങ്ങോട്ടേക്ക് വന്നു? ആ ടേബിളിലേക്ക് വന്നു. ആ ടേബിളിൽ കൈവച്ചേക്കോ അല്ലെ, നമ്മൾ അതിന്റെ അടുത്തായതുകൊണ്ട് നമുക്ക് അത് എന്ത് ചെയ്തു? ഫീൽ ചെയ്തല്ലേ. അതായത് ഒരു വസ്തു ഇതിനെ ഫോഴ്സ് ചെയ്യാല്ലേ വൈബ്രേറ്റ് ചെയ്യാൻ. അത്രേ ഉള്ളൂ. അതാണ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറയാം. അല്ലെങ്കിൽ വേറെ എക്സാമ്പിൾ, നമ്മൾ മിക്സി അടിക്കുമ്പോഴേക്കും നല്ല നമ്മളിങ്ങനെ നല്ല രീതിക്കൊക്കെ പിടിച്ചാൽ നമുക്കൊരു വൈബ്രേഷൻ കിട്ടും അല്ലേ, ഇല്ലേ. അതൊക്കെ എന്താ? ഫോഴ്സ്ഡ് വൈബ്രേഷൻ. അപ്പൊ മിസ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ ഡെഫിനേഷൻ നോക്കാം. Forced vibration is the vibration of an object induced by an external vibrating object. അതന്നെ, പുറത്തുനിന്ന് ഒരു വൈബ്രേഷൻ വേറൊരു ഒബ്ജക്റ്റിൽ നിന്നും നമുക്ക് വേറൊരു ഒബ്ജക്റ്റിലേക്ക് വരണം. അതിപ്പോ നമ്മൾ ഫോണാ വൈബ്രേറ്റ് ചെയ്തത്, പക്ഷെ നമുക്ക് അത് ടേബിളിലേക്ക് ലഭിച്ചല്ലേ. അതായത് എന്താ? ഒരു വസ്തുവിൽ നിന്നും വേറെ വസ്തുവിലേക്ക് എന്ത് സംഭവിച്ചു? ഒരു വൈബ്രേഷൻ ട്രാൻസ്ഫർ ചെയ്തല്ലേ. അതിനാണ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറയുക. അതായത് അയാൾ മര്യാദക്കായിരുന്നു, വേറൊരാൾ വന്നിട്ട് വൈബ്രേറ്റ് ചെയ്യിപ്പിച്ചു. അപ്പൊ അത് ഫോഴ്സ് ചെയ്യിപ്പിക്കല്. ഇപ്പൊ നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ആരെങ്കിലും ചെയ്യുന്നു പറഞ്ഞാൽ നമുക്ക് എന്താ? അതൊരു ഫോഴ്സ് അല്ലേ. അപ്പൊ നമ്മൾ അത് ഫോഴ്സ് ചെയ്യിപ്പിച്ചു എന്നല്ലേ നമ്മൾ പറയാ. അത് തന്നെ, ഒരാൾ വൈബ്രേറ്റ് ചെയ്യുക, അപ്പൊ മറ്റാളോട് അറിയാം നീയും വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു ഫോഴ്സ് കൊടുത്തു. അപ്പൊ എന്താ? അത് ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആയി. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോ നമുക്ക് ഒരു എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാവേ. ഇത് നോക്കേ,
ഇതൊരു എന്ത് സാധനമാണ്, ഇതൊരു സീസോ അല്ല ആക്സോ ബ്ലേഡ്, സീസോ അല്ല കേട്ടോ, ആക്സോ ബ്ലേഡ് ആണ്. അപ്പൊ ആക്സോ ബ്ലേഡില് നമുക്ക് ആക്സോ ബ്ലേഡ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ആക്സോ ബ്ലേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഈ ഇലക്ട്രിക് പൈപ്സ് ഒക്കെ മുറിക്കാനൊക്കെ യൂസ് ചെയ്യുന്ന സാധനം കേട്ടോ ആക്സോ ബ്ലേഡ് എന്ന് പറയുന്നത്. അപ്പൊ ആക്സോ ബ്ലേഡ് ഇങ്ങനെ വെച്ചേക്കാട്ടോ. അപ്പൊ എന്തൊക്കെ ഇത് വേറെ എന്താ അതിന്റെ സെയിം തന്നെയാണ്, ഇതും അതായത് ACE ഒരേ സൈസ് ഒക്കെയാണ്. BDE എന്താണ്, വേറൊരു ഹൈറ്റിലും ലെങ്തിലൊക്കെയാണ് വെച്ചേക്കുന്നത്. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പൊ എന്താ മിസ് ചെയ്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്തു, ഈ A ഒന്ന് ഇങ്ങനെ ഡ്രാഗ് ചെയ്തു, അതായത് ഒന്ന് ഇങ്ങനെ പിടിച്ചിട്ട് ഒറ്റ വലി വലിച്ചു. അപ്പൊ നമുക്കറിയാം നമ്മുടെ ആക്സോ ബ്ലേഡ് ആരാ നമ്മൾ കണ്ടിട്ടില്ല, ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വരച്ചോണ്ടിരിക്കും അല്ലേ. അപ്പൊ എന്ത് ചെയ്തു, ആക്സോ ബ്ലേഡ് എന്ത് ചെയ്തു, മിസ് ഇങ്ങനെ ഒരു തട്ട് തട്ടിയപ്പോഴേക്കും അതിങ്ങനെ വൈബ്രേറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഇങ്ങനെ വൈബ്രേഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ നമുക്കറിയാം ഇത് എന്ത് സംഭവിക്കുന്നു, ഇതിലേക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്യോ വൈബ്രേഷൻ? അഫ്കോഴ്സ് എല്ലാം വൈബ്രേറ്റ് ചെയ്യോ അല്ലെ, എല്ലാം വൈബ്രേറ്റ് ചെയ്യില്ല. കാരണം ഇതെന്താ പരസ്പരം കണക്ട് ചെയ്ത് അതന്നെയല്ലേ മിസ് ഇപ്പൊ പറഞ്ഞിട്ട് എന്തായത് ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്നുകൊണ്ട് പറഞ്ഞത് അല്ലേ. ഇതെന്താ, ഇത് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അഫ്കോഴ്സ് ഇതിൽ കൂടി ഇങ്ങനെ ഇതിൽ കൂടി ഈ വൈബ്രേഷൻ ട്രാൻസ്ഫർ ചെയ്യും, അത് ഇതിന് കൊടുക്കും, എല്ലാത്തിനും കൊടുക്കും അല്ലെ. അപ്പൊ നമുക്കറിയാം ഓൾമോസ്റ്റ് എല്ലാം നല്ല രീതിക്ക് തന്നെ വൈബ്രേറ്റ് ചെയ്യും. പക്ഷെ അതേ രീതിയിൽ വൈബ്രേറ്റ് ചെയ്യണത് ആരായിരിക്കും? P വൈബ്രേറ്റ് ചെയ്യോ സെയിം രീതിയിൽ, അതായത് A വൈബ്രേറ്റ് ആണേ അല്ലെ, എക്സാക്ട് A വൈബ്രേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണോ അതേപോലെ തന്നെ വേറെ ആരാ വൈബ്രേറ്റ് ചെയ്യാം? എനി ഗസ്സസ്? അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം, എന്നിട്ട് നമുക്ക് പറയാം കേട്ടോ. Excite the axo blade A by tapping with your finger. What do you observe? എന്താണ് A? ഞാൻ എന്ത് ചെയ്തു ഇങ്ങനെ ഒന്ന് ഡ്രാഗ് ചെയ്തു, അല്ലെങ്കിൽ ഇതിനകത്ത് പറഞ്ഞത് എക്സൈറ്റ് ചെയ്യിപ്പിച്ചപ്പോഴേക്കും എന്താ സംഭവിച്ചത്? അതെന്താ നമ്മൾ പറഞ്ഞല്ലേ അപ്പൊ ഇവിടെ എല്ലാ ബ്ലേഡ്സും വൈബ്രേറ്റ് ചെയ്യോ അതോ A മാത്രമാണോ വൈബ്രേറ്റ് ചെയ്യണമെന്നാണ് ചോദ്യം ചോദിക്കുന്നത്. ഏതാ വൈബ്രേറ്റ് ചെയ്യുക? നമുക്കറിയാം എല്ലാം വൈബ്രേറ്റ് ചെയ്യും അല്ലെ. അപ്പൊ എല്ലാം വൈബ്രേറ്റ് ചെയ്യും. ഓൾ ബ്ലേഡ്സ് വൈബ്രേറ്റ്സ്. ആർ ഓൾ ബ്ലേഡ്സ് വൈബ്രേറ്റ് വിത്ത് ദ സെയിം ആംപ്ലിറ്റ്യൂഡ്? എല്ലാവരും ഒരേ ആംപ്ലിറ്റ്യൂഡിലാണോ? അതായത് ആംപ്ലിറ്റ്യൂഡ് എന്ന് വെച്ചാൽ മിസ് പറഞ്ഞല്ലേ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്, അതായത് എത്ര അത് വൈബ്രേറ്റ് ചെയ്യണം. ശരിയാ, നമുക്കൊരു ടു ആൻഡ് ഫ്രോ മോഷൻ അല്ല, അതായത് നമ്മളിപ്പോ ഇങ്ങനെ ഒറ്റ തട്ടി ഇതിപ്പോ ഇങ്ങനെ നിൽക്കും, ഇതാണെങ്കിൽ ഇങ്ങനെ ഇളയിക്കൊണ്ടിരിക്കുമല്ലോ. അപ്പൊ അതിന്റെ ടു ആൻഡ് ഫ്രോ മോഷൻ ഒരു ഓസിലേറ്ററി മോഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അത് എല്ലാ ബ്ലേഡ്സും ഒരേ രീതിയിൽ ഓസിലേറ്റ് ചെയ്യോ അതോ ഓസിലേറ്റ് ചെയ്യില്ലേ? എല്ലാം ചെയ്യോ അതോ എല്ലാത്തിനും സെയിം ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കോ അതോ Aക്ക് മാത്രം ഉണ്ടാവുള്ളൂ എന്നാണ് ചോദ്യം. ആർ ഓൾ ബ്ലേഡ്സ് വൈബ്രേറ്റ് വിത്ത് ദ സെയിം ആംപ്ലിറ്റ്യൂഡിലായിരിക്കോ? അല്ല. അതാണ് മിസ് പറഞ്ഞത് അല്ല. നേരത്തെ കേസ് മിസ് ചോദിച്ചില്ലേ ABCDE വെച്ചിട്ട് അതിനകത്ത് A വൈബ്രേറ്റ് ചെയ്യണ പോലെ തന്നെ വേറെ ആരെങ്കിലും വൈബ്രേറ്റ് ചെയ്യുമെന്ന് മിസ് ചോദിച്ചു. പക്ഷെ വൈബ്രേറ്റ് ചെയ്യും, പക്ഷെ എല്ലാവരും ചെയ്യില്ല. ആരൊക്കെ ചെയ്യും എന്നുള്ളതിലാണ് മിസ് പറയാൻ പോകുന്നത്. ഇത് നോക്കേ, ഇതിന്റെ സെയിം ഹൈറ്റും ആ തിക്നെസ്സും ഒക്കെ ഉള്ളത് ആരാ? Cക്കും Eക്കും ഉണ്ടല്ലേ അല്ലേ. അപ്പൊ ഇതേ നോക്കിയേ, ഇതിന്റെ സെയിം ഹൈറ്റും ലെങ്ത്തും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആരൊക്കെ ഒരുമിച്ച് വൈബ്രേറ്റ് ചെയ്യുക? Aന്റെ അതേ തിക്നെസ്സും ലെങ്ത്തും ഉള്ള സെയിം സാധനങ്ങളായ Cയും Eയും എന്ത് ചെയ്യും? സെയിം രീതിയിൽ വൈബ്രേറ്റ് ചെയ്യും. പക്ഷെ Bയും Dയും Fഉം എന്ത് ചെയ്യില്ല? ഒരേപോലെ വൈബ്രേറ്റ് Aനെ പോലെ വൈബ്രേറ്റ് ചെയ്യില്ല. കാരണം എന്താ? അവിടെ നാച്ചുറൽ ഫ്രീക്വൻസി, അതായത് നമുക്കറിയാം ഒരു ബോഡിക്ക് ആ ബോഡിക്ക് എന്തുണ്ട്? ഒരു ഫ്രീക്വൻസി ഉണ്ട് വൈബ്രേറ്റ് ചെയ്യാൻ അല്ലേ. അതിനാണ് നമ്മൾ നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയാം. അപ്പോൾ ഈ Aക്കും Cക്കും Eക്കും എന്താ? അതിന്റെ ബോഡി എല്ലാം സിമിലർ ആണ്, അതായത് ഒരേ തിക്നെസ് ഒരേ ഹൈറ്റ് എല്ലാം സിമിലർ ആണ്. അപ്പൊ അതിന്റെയൊക്കെ നാച്ചുറൽ ഫ്രീക്വൻസി എന്തായിരിക്കും? സെയിം ആയിരിക്കില്ലേ. അപ്പൊ ഇതെങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്ന ആ സെയിം ഫോഴ്സ് ഓഫ് വൈബ്രേഷൻ ആർക്കും ട്രാൻസ്ഫർ ചെയ്യും? Cക്കും. പിന്നെ ആർക്കും ട്രാൻസ്ഫർ ചെയ്യും? Eക്കും ട്രാൻസ്ഫർ ചെയ്യും കേട്ടോ. അപ്പൊ ഇവരുടെ എല്ലാം നാച്ചുറൽ ഫ്രീക്വൻസി സെയിം ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഫോഴ്സ് കൊടുക്കുമ്പോൾ ആ ഫോഴ്സ്ഡ് വൈബ്രേഷൻ ലഭിക്കുന്നത് ആ Aനെ പോലെ തന്നെ ലഭിക്കുന്നത് ആർക്കൊക്കെ? Cക്കും Eക്കും ആട്ടോ. സെറ്റ് അല്ലേ? അപ്പൊ നമുക്ക് പറയാം ആർ ദ ബ്ലേഡ്സ് വൈബ്രേറ്റ് വിത്ത് സെയിം ആംപ്ലിറ്റ്യൂഡ്? ഇല്ല, നോ. കാരണം എന്താ? ഏതൊക്കെയാ ആ സെയിം ആംപ്ലിറ്റ്യൂഡിൽ ഇത് ചെയ്യുള്ളൂ? സിയും പിന്നെ ഏതായിരുന്നു? ഡിയും അല്ല സിയും ഇയും ആണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. ബാക്കിയെല്ലാം അങ്ങനെ വൈബ്രേറ്റ് ചെയ്യില്ല.
വിച്ച് ഓഫ് ദിസ് വൈബ്രേഷൻ വൈബ്രേറ്റ് വിത്ത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ്? മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യുന്ന ആരാ? എയ്ക്ക് ആംപ്ലിറ്റ്യൂഡിൽ ആ കൊടുക്കുന്ന അതേപോലെ തന്നെ വൈബ്രേറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ളത് ആരാ? സിയും ഇയും. കാരണം എന്താ, അവരുടെയൊക്കെ നാച്ചുറൽ ഫ്രീക്വൻസി എന്താ? സെയിം ആണല്ലേ. അപ്പൊ നമുക്ക് എന്ത് പറയാം? എ സി ഇ. എന്താണ്? എ സി ഇ ആണ് ഒരേപോലെ വൈബ്രേറ്റ് ചെയ്യുന്നത്. എന്താണ്? ഒരേപോലെ വൈബ്രേറ്റ് ചെയ്യുന്നത്. ആഫ്റ്റർ ഓൾ ദ ബ്ലേഡ്സ് ഹാവ് സ്റ്റോപ്ഡ് വൈബ്രേറ്റിംഗ് എക്സൈറ്റ് ബി ആൻഡ് റെക്കോർഡ്. അപ്പോ മിസ് എന്ത് ചെയ്തു? എന്താ, എയും ബാക്കിയെല്ലാം നിർത്തി, എയും ബിയും സിയും ഒക്കെ വൈബ്രേഷൻ നിർത്തിയിട്ട് മിസ് എന്ത് ചെയ്തു? ബിക്ക് എക്സൈറ്റേഷൻ കൊടുത്തു. അതായത് ബീനെ കൊണ്ട് വൈബ്രേറ്റ് ചെയ്തു. എന്താണ്? ബീനെ കൊണ്ട് വൈബ്രേറ്റ് ചെയ്യിപ്പിച്ചു. അപ്പൊ എന്ത് സംഭവിക്കും? എന്താ, ബീന്റെ അതേ നാച്ചുറൽ ഫ്രീക്വൻസി ഉള്ളത് ആർക്കൊക്കെ ആയിരിക്കും? ഡിക്കും എഫിനും അല്ലെ. അപ്പൊ ആ ഫോസ്റ്റ് വൈബ്രേഷൻ ആർക്ക് മാത്രമേ കൊടുക്കുള്ളൂ? ബിക്കും എഫിനും. എയും സിയും ഇയും വൈബ്രേറ്റ് ചെയ്യും, പക്ഷെ ബി വൈബ്രേറ്റ് ചെയ്യണ പോലെ എക്സാക്റ്റ് ആയിട്ട് ആര് വൈബ്രേറ്റ് ചെയ്യുക? ഡിയും എഫും ആയിരിക്കും വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടാവും ട്ടോ. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇവിടെ ആരൊക്കെ വൈബ്രേറ്റ് ചെയ്യും? ബി, ഡി, എഫ് അല്ലെ. ബി, ഡി, എഫ് ആയിരിക്കും എന്ത് ചെയ്യണ്ടാവുക? ഒരേ രീതിയിൽ വൈബ്രേറ്റ് ചെയ്യണുണ്ടാവും ട്ടോ. സെറ്റ് അല്ലേ? When blade A vibrate, why would be the hacksaw blade C and E vibrate with the maximum amplitude? എന്തുകൊണ്ടായിരിക്കും എ വൈബ്രേറ്റ് ചെയ്തപ്പോൾ സിയും ഇയും ഒരേപോലെ വൈബ്രേറ്റ് ചെയ്യാനുള്ള കാരണം എന്താണ്? മിസ് നേരത്തെ പറഞ്ഞത് നാച്ചുറൽ ഫ്രീക്വൻസി, അതായത് എന്റെ നാച്ചുറൽ ഫ്രീക്വൻസി തന്നെയായിരിക്കും ആർക്കും ഉണ്ടാവുക? നമ്മുടെ സിക്കും ഇക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അവരുടെ ഫ്രീക്വൻസി എല്ലാം സെയിം അല്ലേ. അപ്പൊ എ എങ്ങനെയാണോ വൈബ്രേറ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെ ആരും വൈബ്രേറ്റ് ചെയ്യും? നമ്മുടെ ആരെന്നാ? സിയും ഇയും വൈബ്രേറ്റ് ചെയ്യും. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് എന്ത്, എയും സിയും ഇയും വൈബ്രേറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ബിക്ക് കൊടുക്കുമ്പോൾ, ബി എക്സൈറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ ബീന്റെ അതേ തിക്നെസ്സും അതേ ലെങ്ത്തും എല്ലാം മെറ്റീരിയലൊക്കെ സിമിലർ അല്ലേ. അപ്പൊ അതുകൊണ്ട് എന്ത് പറയാം? ബി വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ആ സെയിം വൈബ്രേഷൻ വേറെ ആർക്കൊക്കെ കൊടുക്കും? നമ്മുടെ ഡിക്കും കൊടുക്കും, എഫിനും കൊടുക്കും. അപ്പൊ നാച്ചുറൽ ഫ്രീക്വൻസി ഒരേപോലെ ആയാൽ മാത്രമേ അത് ഒരേപോലെ വൈബ്രേറ്റ് ചെയ്യുള്ളൂ. അപ്പൊ മീൻസ് ഓൾറെഡി കഴിഞ്ഞ സെക്ഷനിൽ പറഞ്ഞായിരുന്നു അല്ലെ, നാച്ചുറൽ ഫ്രീക്വൻസി എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യണത്? ഒരു വസ്തുവിന്റെ ലെങ്തിനെ, അതിന്റെ സൈസിനെ, അതിന്റെ ഇലാസ്റ്റിസിറ്റി ആൻഡ് എന്താണ്, പിന്നെ ഇലാസ്റ്റിസിറ്റി ആൻഡ് നേച്ചർ. അതായത് ഇപ്പൊ നമ്മളിപ്പോ ആക്സോ ബ്ലേഡ് ഒരെണ്ണം ആക്സോ ബ്ലേഡ് വെച്ചു, ഒരെണ്ണം വേറെ മെറ്റൽ, സെയിം തിക്നെസ്സും ഒക്കെ ശരിയാണ്, സെയിം തിക്നെസ്സും ലെങ്ത്തും ഒക്കെ സിമിലർ ആയിരിക്കും. പക്ഷെ ആക്സോ ബ്ലേഡ് വരെ നമ്മൾ വേറെ ഒരു സാധനം വെച്ചേക്കുന്നത്, അതായത് ഒരു പ്ലാസ്റ്റിക് കമ്പിയോ അങ്ങനെ പ്ലാസ്റ്റിക് കമ്പി അല്ല, പ്ലാസ്റ്റിക്കിന്റെ ഒരു സാധനം വെച്ചേക്കുന്നതെങ്കിൽ സെയിം വൈബ്രേഷൻ നടക്കോ? ഇല്ല. അപ്പോൾ ഇതെല്ലാം സിമിലർ ആയാൽ മാത്രമേ അവിടെ എന്തുള്ളൂ? നാച്ചുറൽ ഫ്രീക്വൻസി നടക്കുള്ളൂ ട്ടോ. നാച്ചുറൽ ഫ്രീക്വൻസി അത് സെയിം വൈബ്രേഷനിൽ നടക്കുള്ളൂ. അപ്പൊ നമുക്കൊരു കാര്യം പഠിക്കാം. ഇഫ് ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദ ഫോഴ്സ്ഡ് ഒബ്ജക്റ്റ് ആൻഡ് ദാറ്റ് ഓഫ് ദ ഫോഴ്സ്ഡ് ഒബ്ജക്റ്റ് ആർ ഈക്വൽ, ദ ഒബ്ജക്റ്റ് ഈസ് സെഡ് ടു ബി റെസൊണൻസ്. നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്താണ് റെസൊണൻസ് എന്നുള്ള കാര്യം. അതായത് ഇപ്പൊ മിസ് പറഞ്ഞു എ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ കൂടെ ആരൊക്കെ വൈബ്രേറ്റ് ചെയ്യുന്നു? നമ്മുടെ സിയും ഇയും വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അതായത് എയുടെയും സിയുടെയും ഇയുടെയും എന്താണ്? സെയിം നാച്ചുറൽ ഫ്രീക്വൻസി ആണ്. അപ്പൊ എന്ത് ചെയ്യും? എ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ഫോഴ്സ് വൈബ്രേഷൻ ആർക്കൊക്കെ കൊടുക്കും? സിക്കും ഇക്കും കൊടുക്കും അല്ലെ. സിക്കും ഇക്കും കൊടുക്കും. അപ്പോൾ അവരുടെ എയുടെയും നാച്ചുറൽ ഫ്രീക്വൻസി ഉള്ള ഒബ്ജക്റ്റിന്റെയും ഫോഴ്സ്ഡ് ഒബ്ജക്റ്റിന്റെയും ഫ്രീക്വൻസി സെയിം ആകുമ്പോൾ അതിന് എന്ത് പറയും? റെസൊണൻസ് എന്ന് പറയും. മനസ്സിലായല്ലോ? അതായത് if the natural frequency of the forced object and that of the forced object are equal, അതായത് നമ്മൾ ഏത് ഒബ്ജക്റ്റ് ആണോ, ഇവിടുത്തെ കേസിൽ ആരാണ്? ഇവിടത്തെ കേസിൽ എന്താ ഫോഴ്സ്ഡ് ഒബ്ജക്റ്റ് ഏതാ? അല്ല, ഒബ്ജക്റ്റ് ഏതാ? എ ആണ്. അതുമൂലം ഫോഴ്സ് ചെയ്ത് ഒബ്ജക്റ്റ് ചെയ്യിപ്പിച്ചത് അല്ലെ നീക്കിപ്പിച്ചത് ആരൊക്കെ? സിയും ഇ അല്ലെ. അപ്പോൾ ഇതിന്റെയും ഫ്രീക്വൻസി ഒരേപോലെ ആയാൽ ആ തത്വത്തിന് അല്ലെങ്കിൽ ആ ഒരു ഇതിനെ എന്ത് പറയും? നമ്മൾ റെസൊണൻസ് എന്ന് പറയും. എന്താണ്? റെസൊണൻസ്. മനസ്സിലായല്ലോ? ഓക്കെ. ദ ഒബ്ജക്റ്റ് അണ്ടർഗോസ് റെസൊണൻസ് വിൽ വൈബ്രേറ്റ് വിത്ത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ്.
ഏത് അപ്പൊ മിസ് ചോദിച്ചായിരുന്നല്ലേ എന്റെ അതേ ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യണത് ആരൊക്കെയാന്ന് വെച്ചപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി സിയും ഇയും ആണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. കാരണം ഇതെല്ലാം റെസൊണൻസ് ആയില്ലേ, എല്ലാവരും റെസൊണേറ്റിംഗ് ആണ്. അപ്പൊ എന്ത് സംഭവിക്കുന്നു, അവർക്ക് മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ അത് എന്ത് ചെയ്യും, വൈബ്രേറ്റ് ചെയ്യും. ഓക്കെ, മാക്സിമം ആംപ്ലിറ്റ്യൂഡിലായിരിക്കും അവര് വൈബ്രേഷൻ നടത്തിട്ടുണ്ടാവും കേട്ടോ. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? അപ്പൊ എന്താ റെസൊണൻസ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? സെറ്റ് അല്ലേ? ഓക്കെ. ഇത് നോക്കിയേ, ഇതെന്താ ഒരു ബക്കറ്റിൽ എന്ത് ചെയ്തു മിസ്, വെള്ളം നിറച്ചു. മിസ് അല്ല, വെള്ളം നിറച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു പൈപ്പ് വെച്ചല്ലേ. ഈ സാധനം എന്താണെന്ന് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? കഴിഞ്ഞ സെക്ഷനിൽ മിസ് പറഞ്ഞത് ഇതൊരു ട്യൂണിംഗ് ഫോർക്ക് ആണ്, അതിനെന്തുണ്ട്, ഒരു ഫ്രീക്വൻസി ഉണ്ടല്ലേ. അപ്പൊ ഈ ട്യൂണിംഗ് ഫോർക്ക് ഞാൻ എന്ത് ചെയ്തു, വൈബ്രേറ്റ് ചെയ്യിപ്പിച്ചു. അത് നമ്മൾ ജസ്റ്റ് അതിനൊന്ന് അടിച്ചാൽ മതി, അത് ഇങ്ങനെ കിടന്ന് വൈബ്രേറ്റ് ചെയ്യും. അപ്പൊ ഓരോ ട്യൂണിംഗ് ഫോർക്കിനും ഓരോ ഫ്രീക്വൻസി ആട്ടോ. ഓക്കെ, അപ്പൊ ഇത് വെച്ച് ഇങ്ങനെ അടിച്ചിട്ട് നമ്മൾ ഇതിന്റെ അടുത്തുകൊണ്ട് നോക്കുമ്പോൾ നമുക്കറിയാം ഇവിടെ ഒരു വൈബ്രേഷൻ ഉണ്ട്, അത് റെസൊണേറ്റിംഗ് ആണെന്ന് പറയാം, ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആണ്. പക്ഷേ നമ്മളൊരു പർട്ടിക്കുലർ ഇങ്ങനെ ഈ പൈപ്പ് നമ്മൾ എന്തെങ്കിലും കുറച്ച് പൊക്ക അല്ലെങ്കിൽ താഴ്ത്ത അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു കറക്റ്റ് ഒരു പോയിന്റിൽ എത്തുമ്പോൾ നല്ല സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. ആ പോയിന്റ് ആണ് അതിന്റെ റെസൊണേറ്റിംഗ് പോയിന്റ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെയാണ് അവരുടെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഉണ്ടാവുക. മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഉണ്ടാവുന്നത് എപ്പോഴായിരിക്കും, റെസൊണൻസിലാണെങ്കിൽ മാത്രമാണ് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഉണ്ടാവുക മിസ് പറഞ്ഞില്ലേ. അപ്പൊ ആ പോയിന്റിലായിരിക്കും എന്ത് സംഭവിക്കും, ഇത് മാക്സിമം ആയിട്ട് റെസൊണേറ്റ് ചെയ്യുന്നുണ്ടാവുക, അത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഉണ്ടാവുക. അപ്പൊ അതാണ് എന്ത്, റെസൊണൻസ് എന്ന് പറയുന്നത്. അതായത് ഈ ട്യൂണിംഗ് ഫോർക്കിന്റെ ഫ്രീക്വൻസിയും ഈ വെള്ളത്തിന്റെ ആ വൈബ്രേഷൻ എന്തായിരിക്കും, ഫ്രീക്വൻസി എന്തായിരിക്കും, സിമിലർ ആയിരിക്കും. അവിടെ ഒരു ഫോഴ്സ്ഡ് വൈബ്രേഷൻ തന്നെ ഉണ്ടല്ലേ. മനസ്സിലായല്ലോ? അപ്പൊ ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തേക്കുന്ന ഒരു പിക്ചറാണ്. അപ്പൊ അതിലെന്താണ്, നമുക്കൊരു പർട്ടിക്കുലർ പോയിന്റ് നമ്മൾ ഈ പൈപ്പൊക്കെ ഒന്ന് നീക്കി ഒന്നൊക്കെ നോക്കുമ്പോൾ നമുക്കറിയാം വൈബ്രേഷൻ നല്ല രീതിക്ക് ഉണ്ടാവും. അപ്പൊ ആ പോയിന്റ് ആണ് റെസൊണൻസ്. ആ പോയിന്റിലായിരിക്കും അത് റെസൊണേറ്റിംഗ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, സെറ്റ് അല്ലേ? സെറ്റ് ആണല്ലോ? ഓക്കെ. ആപ്ലിക്കേഷൻസ് ഓഫ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആൻഡ് റെസൊണൻസ്. നമ്മുടെ ഇത് അപ്ലൈ ചെയ്യുന്ന സ്ഥലം എന്ന് വെച്ചാൽ MRI സ്കാനിങ്. MRI സ്കാനിൽ ചെയ്യാറുണ്ട് ആപ്ലിക്കേഷൻസ്. ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആയിരിക്കും, നമ്മുടെ ബോഡി ചെക്കപ്പ് ആണല്ലോ. അപ്പൊ നമ്മുടെ നമ്മൾ വൈബ്രേഷൻ വഴിയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ റേഡിയോ ട്യൂണിങ്, നമുക്കറിയാം നമ്മൾ ഇപ്പൊ കാറിലൊക്കെ പാട്ട് കേൾക്കുമ്പോൾ ചില സമയത്ത് എന്തുമ്പോ ഇത് പോകുമല്ലോ, അപ്പൊ നമ്മളിങ്ങനെ തിരിച്ച് അപ്പൊ അവിടെ അത് ആ റേഡിയോന്റെയും ഇതിന്റെയും സെയിം ഫ്രീക്വൻസിയിലാകുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ സാറ്റലൈറ്റിന്റെയും ഇതെല്ലാം കറക്റ്റ് ആകുമ്പോഴാണ് അവിടെ എന്ത് സംഭവിക്കുക, ഒരേ ഫ്രീക്വൻസി ആണെന്ന് നമുക്ക് പറയാൻ പറ്റും കേട്ടോ. ഓക്കെ. ഇൻ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ലൈക്ക് ഗിറ്റാർ, വയലിൻ, വീണ, ഹാർമോണിയം, മൃദംഗം എക്സെട്ര, ഇതിലൊക്കെ എന്തുണ്ട്, നമ്മൾ ഇങ്ങനെ കൊട്ടുമ്പോ മീൻസ് ആ കൊട്ടലും ആ ഗിറ്റാർ വായിക്കലിലൊക്കെ ഒരു ഫോഴ്സ്ഡ് വൈബ്രേഷൻ ഒക്കെ കൊടുക്കുന്നുണ്ട്. ഒരു കറക്റ്റ് നമ്മൾ കൊടുക്കുന്നതും ഇത് ട്യൂണിഫോം കറക്റ്റ് സൗണ്ട് ഇതിലാണെങ്കിൽ അവിടെ മാക്സിമം സൗണ്ട് ഒക്കെ വരും. അപ്പൊ അതെന്താ, റെസൊണൻസിലാണെന്ന് നമുക്ക് പറയാൻ പറ്റൂ കേട്ടോ. പിന്നെന്താ, ക്യാൻ യു ഹിയർ ഈവൻ ദ faintest sound of the heartbeat when you listening using a stethoscope? A stethoscope used to listen to even a feeble sound in the body utilize forced vibration and resonance. അതായത് നിങ്ങളെ ആരെങ്കിലും ഒക്കെ കേട്ടിട്ടുണ്ടാവുമായിരിക്കും ഈ വീഡിയോ കണ്ട, നിങ്ങളുടെ ആരെങ്കിലും കസിൻസ് ഡോക്ടേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ പിന്നാരാ അല്ലെങ്കിൽ ഡോക്ടർമാർ ചിലപ്പോൾ ചില നല്ല ഡോക്ടർമാർ നമ്മളൊക്കെ കേൾപ്പിച്ചൊക്കെ തരും. അപ്പം എൻ്റെ ചേച്ചി ഡോക്ടറാണ്. അപ്പോൾ പുള്ളിക്കാരത്തി വെച്ചിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഞാനിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ ഫോഴ്സ് നമ്മുടെ ഹാർട്ട് ബീറ്റിൻ്റെ അതേ ഫ്രീക്വൻസിയിലായിരിക്കും നമ്മൾ ഇവിടെ കേൾക്കണ്ടാവും. കാരണം അവിടെ ഫോഴ്സ് വൈബ്രേഷൻ നമ്മുടെ ചെവിയിലേക്ക് എത്തിക്കാല്ലേ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പോൾ സ്റ്റെതസ്കോപ്പിലും ഈ ഒരു പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്യുന്നത്. In instruments like megaphones, horns and musical instruments such as trumpet and nagaswaram, ഇവിടെയൊക്കെ നമ്മുടെ സാധനമാണ്, ഫോഴ്സ്ഡ് വൈബ്രേഷനും റെസൊണൻസും ആണ് യൂസ് ചെയ്യാനുണ്ടാവുക. അപ്പൊ നിങ്ങൾ എക്സാമ്പിൾസ് ചോദിച്ചാൽ ഇതൊക്കെ എഴുതണം കേട്ടോ. സെറ്റ് അല്ലേ? ഓക്കെ. അപ്പോൾ ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. The frequency of a simple pendulum is 1 Hz. What is its period? എന്താണ്, നമ്മൾ ഓൾറെഡി പഠിച്ചായിരുന്നു. F എന്താണ്, 1/p അല്ലേ ആണ്. നമുക്ക് തന്നേക്കുന്നത് ഇവിടെ F എത്രയാ, ഫ്രീക്വൻസി 1 Hz അല്ലേ. അപ്പൊ പീരീഡ് കണ്ടുപിടിക്കാനാണെങ്കിൽ ഇതിൽ നിന്ന് എന്ത് ചെയ്താൽ മതി, P എന്ത് കൊടുത്താൽ മതി, 1/f അല്ലേ. P 1/f. സ്മോൾ ലെറ്റർ ആണ് കേട്ടോ,
സ്മോൾ ലെറ്റർ ആണ്. ഓക്കെ, 1/f. അപ്പൊ എന്ത് ചെയ്തു? 1 ഡിവൈഡഡ് ബൈ 1 ഈക്വൽ ടു എത്ര? 1 സെക്കൻഡ്സ്. എന്താണ്? 1 സെക്കൻഡ്സ്. അപ്പൊ ടൈം എപ്പോഴും എന്തിൽ ഇതാക്കണം? സെക്കൻഡ്സിലാട്ടോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എന്താണ്? ടൈം എപ്പോഴും സെക്കൻഡ്സിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കി. ഇത് സിമ്പിൾ അല്ലേ? ഇതൊക്കെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഇതാക്കാം. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും വാല്യൂസ് അല്ല, നമ്മൾ ഇക്വേഷൻസ് ചിലവർക്ക് മാറിപ്പോവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഇനി കുറെ ടേംസ് ഒക്കെ പഠിക്കും. അപ്പൊ നിങ്ങൾ അയ്യോ അത് ഇത് അങ്ങനെ ആകരുത്. നമ്മൾ എന്താ കറക്റ്റായിട്ട് പഠിക്കണത് അപ്പോഴപ്പോഴ എന്താ സെറ്റ് ആക്കി പോകുക. അപ്പൊ പിന്നെന്താ, കുഴപ്പമില്ലല്ലോ. ഓക്കെ, if a pendulum takes 0.5 seconds to complete one oscillation, what is its frequency? അതായത് പെൻഡുലത്തിന്റെ പീരീഡ് തന്നിട്ടുണ്ട്. നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കണ? ഫ്രീക്വൻസിയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കണ. പീരീഡ് എത്രയാ? 0.5 സെക്കൻഡ്സ്. ഫ്രീക്വൻസിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്താ? F ഈക്വൽ ടു 1/p അല്ലേ? അപ്പൊ നമുക്ക് എന്താ അറിയാം? 1 ഡിവൈഡ് ബൈ 0.5. നമുക്ക് 10 കൊണ്ട് ഇന്ത്യ പോയിന്റ് മാറ്റണം അല്ലേ? ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അത് എനിക്ക് അറിയാം, നിങ്ങൾക്ക് അറിയാമെന്നുള്ളത് എനിക്കും അറിയാം. ഓക്കെ, അപ്പൊ 10 ഡിവൈഡഡ് ബൈ 5. 10 ഡിവൈഡഡ് ബൈ 5. അപ്പൊ എന്ത് ചെയ്തു? 2. അപ്പൊ എന്താണ്? 2 ഹെർട്സ് അല്ലേ? 2 ഹെർട്സ് കിട്ടി. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുള്ളൂ. നിങ്ങൾക്ക് വാല്യൂ കണ്ടുപിടിക്കാനൊക്കെ അറിയായിരിക്കും. നിങ്ങൾ വാല്യൂ കണ്ടുപിടിക്കുകയും ചെയ്യും. ചിലവർ ചെയ്യണ മിസ്റ്റേക്ക് എന്താണെന്ന് അറിയോ? അവരെന്ത് ചെയ്യും? യൂണിറ്റ്സ് ഇടില്ല. അതിന് മാർക്ക് ഉള്ളാണ്ട് നിങ്ങൾ വിചാരിക്കും അതിന് മാർക്കില്ല എന്ന്. പക്ഷെ അതിന് മാർക്കുണ്ട്. അപ്പോൾ യൂണിറ്റ്സ് ഇപ്പോൾ ഒരു മാർക്കാണെങ്കിൽ 1 മാർക്കാണെങ്കിൽ നമുക്കത് വലുതല്ലേ? SSLCക്ക് ഫുൾ A+ വിത്ത് ഫുൾ മാർക്സ് ആണ് നമുക്ക് വേണ്ട അല്ലേ? അപ്പൊ അതെന്ത് ചെയ്യണം? അപ്പൊ നിങ്ങൾ അത് ശ്രദ്ധിക്കാൻ വേണ്ട. നിങ്ങൾ എപ്പോഴും യൂണിറ്റ്സ് ഇടാൻ ശ്രമിക്കണം കേട്ടോ. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പൊ നമ്മൾ അതും കഴിഞ്ഞു. ഇനി ഒരു പ്രോബ്ലം കൂടി ഉണ്ട്. എ ട്യൂണിംഗ് ഫോർക്ക് ഓഫ് ഫ്രീക്വൻസി 512 Hz is excited and it is seen to pressed on a table. Does the table vibrate in this situation? What is this phenomena? അതായത് നേരത്തെ തന്നെ ഒരു 512 Hz ഉള്ള ഒരു ഫ്രീക്വൻസിയിലുള്ള എന്താ ട്യൂണിംഗ് ഫോർക്ക് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ട്യൂണിംഗ് ഫോർക്ക് ഞാൻ എന്ത് ചെയ്തു? വൈബ്രേറ്റ് ചെയ്തു. ആ വൈബ്രേറ്റ് ചെയ്ത സാധനം ഞാൻ എന്ത് ചെയ്തു? ഒരു ടേബിളിൽ ഇങ്ങനെ വെച്ചു. എന്താണ്? ഒരു ടേബിളിൽ വെച്ചു. അപ്പൊ അത് വൈബ്രേറ്റ് ചെയ്യുമെന്ന്, അതായത് ആ ടേബിള് വൈബ്രേറ്റ് ചെയ്യുമെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. വൈബ്രേറ്റ് ചെയ്യോ? നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താ? നമ്മുടെ ടേബിൾ വൈബ്രേറ്റ് ചെയ്യോ? അഫ്കോഴ്സ് എന്ത് സംഭവിക്കും? ടേബിൾ വിൽ എന്താ? ടേബിൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ടേബിൾ വിൽ വൈബ്രേറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ ഫിനോമിന നോൺ? ഇവിടെ എന്ത് ഫിനോമിനയാ? എന്താ? നമ്മുടെ ഫോണിന്റെ കേസ് തന്നെയല്ലേ നമ്മൾ ഇവിടെ നോക്കിയത്. ഫോണിന്റെ കേസിൽ എന്താണോ അത് തന്നെയാണല്ലേ ഇവിടെ ഉണ്ടായത്. അതെന്താ? ഫസ്റ്റ് വൈബ്രേഷൻ. അതായത് ആ ട്യൂണിംഗ് ഫോർക്കിന്റെ അതേ ഫ്രീക്വൻസി തന്നെ ആരെയും വൈബ്രേറ്റ് ചെയ്യിപ്പിക്കാൻ നോക്കി. ആരെയും? നമ്മുടെ ടേബിളിനെ വൈബ്രേറ്റ് ചെയ്യാക്കാൻ നോക്കി. അപ്പൊ എന്താ? അവിടെ ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആണല്ലേ. എന്താണ്? ഫോഴ്സ്ഡ് വൈബ്രേഷൻ. ഒരു പർട്ടിക്കുലർ പോയിന്റിൽ വെക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അവിടെ നിന്ന് ഒരു ടേബിളിൽ നിന്ന് എന്താ വരും? ഒരു സൗണ്ട് തന്നെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യും. ആ പോയിന്റ് ആണ് എന്താ? അതിന്റെ റെസൊണൻസ്. ആ പർട്ടിക്കുലർ പോയിന്റിൽ എന്തായിരിക്കും? റെസൊണേറ്റിംഗ് ആണെന്ന് പറയും. അപ്പൊ നിങ്ങൾക്ക് 10th എല്ലായിരിക്കും, +1 +2 ഫിസിക്സിൽ ഒരു എക്സ്പെരിമെന്റ് തന്നെയാണ് റെസൊണൻസ് കോളം എന്ന് പറഞ്ഞ ഒരു എക്സ്പെരിമെന്റ്. അതായത് ട്യൂണിംഗ് ഫോർക്ക് എടുത്ത് നമ്മളൊരു പേപ്പർ ഇങ്ങനെ വെക്കുന്നു, നമ്മൾ ഒറ്റ അടി അടിക്കുന്നു, എന്നിട്ട് കൊണ്ടുവന്ന് വെക്കുമ്പോൾ ഈ പേപ്പർ നമ്മളിങ്ങനെ നീക്കി നോക്കാം. ഏത് പോയിന്റിലാണ് വെക്കുന്നത് അവിടെ നിന്ന് ആ പേപ്പർ തെറിച്ചു പോകും. ആ പോയിന്റാണ് എന്താ? അതിന്റെ റെസൊണൻസ് പോയിന്റ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ല റെസൊനേറ്റിംഗ് പോയിന്റ് എന്ന് വേണമെങ്കിൽ പറയാം. അതൊക്കെ നിങ്ങൾ വഴിയെ പഠിക്കും. അപ്പൊ എന്താ? ഇവിടെ ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആണ് കൊടുക്കുന്നത്. ആ സൗണ്ട് എപ്പോഴാണോ ടേബിളിന് മാക്സിമം സൗണ്ട് നമുക്കൊരു ഫീൽ ചെയ്യുക, അപ്പോഴാണ് അതിന്റെ റെസൊണൻസ്. ആ പോയിന്റ് ആണ് എന്താ? റെസൊനേറ്റിംഗ് പോയിന്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ഇത് സെറ്റ് അല്ലേ? അപ്പൊ നമ്മൾ ഫോഴ്സ്ഡ് വൈബ്രേഷനും പിന്നെന്താണ് റെസൊണൻസിനെയും കുറിച്ചാലേ പഠിച്ചിട്ടുണ്ടായത്. ഓക്കെ, അപ്പൊ നമ്മൾ എവിടെ എത്തിയാലേ? നമ്മളുടെ 2-3 പ്രോബ്ലംസ് നമ്മൾ നോക്കി.
ഇനി നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത് ഏതാണെന്ന് അറിയോ? വേവ് മോഷൻ. വേവ് മോഷൻ നമുക്ക് നോക്കാം എന്താണ് വേവ് മോഷൻ എന്നുള്ള കാര്യം. ഓക്കെ, ഇത് നോക്കിയേ, ഇതൊരു എന്ത് സാധനമാണ് ഇത്? ഇതൊരു മ്യൂസിക്, എന്തോ ഒരു റേഡിയോ പോലത്തെ ഒരു സാധനമാണ്. ഓക്കെ, അപ്പൊ അതിലേക്ക് എന്താണ്, ഒരു പൈപ്പ് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് നമ്മളിങ്ങനെ ഡെക്കറേഷനൊക്കെ യൂസ് ചെയ്യില്ലേ, നല്ല പേപ്പർ പോലത്തെ ഒരു സാധനം ഇങ്ങനെ നല്ല കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുന്നത്, അതെങ്ങനെ വെക്കാം. അത് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, വൈബ്രേറ്റ് ചെയ്യിപ്പിക്കാം കേട്ടോ. അപ്പൊ അതിൻ്റെ ഉള്ളിലേക്ക് എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, റേഡിയോ ആ സാധനം ഓണാക്കി. അപ്പോൾ നമുക്ക് എന്താ സൗണ്ട് കേൾക്കും അല്ല, റേഡിയോയിൽ കൂടി സൗണ്ട് കേൾക്കും. ആ സൗണ്ട് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ നോക്കിയേ, ഇതൊക്കെ എന്തോ ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ തുള്ളിക്കളിക്കായിരിക്കും അല്ലെ? എന്താണ്? തുള്ളിക്കളിക്കായിരിക്കും. നല്ല രീതിക്ക് വൈബ്രേറ്റ് ചെയ്യില്ലേ? എന്താണ്? നല്ല രീതിക്ക് വൈബ്രേറ്റ് ചെയ്യും അല്ലെ? അപ്പൊ ഇങ്ങനെ കിടന്ന് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കാം കേട്ടോ. അപ്പൊ അതേ നോക്കിയേ, കണ്ടോ, ഇവിടെ കുറച്ച് വൈബ്രേറ്റ് ചെയ്തു, ഇവിടെ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്, പിന്നെ കുറച്ച് പാർട്ടിക്കിൾസ് ഇവിടെ വൈബ്രേറ്റ് ഉണ്ട്, പിന്നെ കുറച്ച് പാർട്ടികൾ ഗ്രൂപ്പായിട്ട്, മീൻസ് അത് ഉദ്ദേശിച്ചത് ഗ്രൂപ്പായിട്ട് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്, പിന്നെ കുറച്ച് ഭാഗം ഫ്രീ ആണ്, പിന്നെ കുറച്ച് ഭാഗത്ത് വൈബ്രേറ്റ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലെ? അപ്പൊ എന്താ ഇവിടെ എന്താ ഫോഴ്സ്ഡ് വൈബ്രേഷൻ അല്ലേ? ഇതിൽ ഉണ്ടാവുന്ന വൈബ്രേഷൻ മൂലം അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് അല്ലെ? ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പൊ നമുക്കത് മനസ്സിലായി. പിന്നെ ഒരു കാര്യം നോക്കിയേ, പിന്നെ ഒരു കാര്യത്തിൽ എന്താ ഇത് നോക്കിയേ, ഇത് നമ്മളുടെ ഈ നമ്മുടെ ഉത്സവത്തിനും പെരുന്നാളിനൊക്കെ പോകുമ്പോൾ മെയിൻ ആയിട്ട് കിട്ടണതാണ് നമ്മളിങ്ങനെ വല പോലെ നിൽക്കണത് ഒരു സാധനം, ഇങ്ങനെ നെറ്റ് പോലെ, നല്ല രസമല്ലേ? ഞാൻ കളിക്കാറുണ്ടായിരുന്നു പണ്ട്, പക്ഷെ എനിക്ക് എൻ്റെ പേര് അറിയില്ല കേട്ടോ. അപ്പൊ ആ സാധനം ഇങ്ങനെ പിടിച്ചു നമ്മൾ എന്താ റിങ്, ഇത് ഹെലിക്കലി ഇങ്ങനെ വൈൻഡ് ചെയ്തിരിക്കണ പോലെ അല്ലെ? പക്ഷെ നല്ല രസമാണ്. ഇങ്ങനെ കാണിക്കുമ്പോൾ അത് ഇങ്ങനെയൊക്കെ പോകും. ഓക്കെ, അപ്പൊ അതേ നോക്കി അതിങ്ങനെ വലിച്ചൊഴിക്കുമ്പോൾ ഇവിടെ മാത്രം കണ്ടോ കട്ടിയായിട്ട് ഇങ്ങനെ അടുത്തടുത്ത് ഇങ്ങനെ വെക്കാം അല്ലെ? അടുത്ത് വെക്കാം. അപ്പൊ ഈ കേസിലൊക്കെ നോക്കിയേ, അതായത് നമ്മൾ ഈ സാധനം പിടിച്ച് ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും അതിങ്ങനെ ഇങ്ങനെ വേവ് പോലെ, അല്ലെങ്കിൽ ഇങ്ങനെ സ്പ്ലിറ്റായി ഇങ്ങനെ തിരിച്ചു വരും. അത് കണ്ടിട്ടില്ലേ നമ്മള്? ഇങ്ങനെ ഈ സാധനം ഇങ്ങനെ പിടിച്ചിട്ട് ഒറ്റ വിടലിട്ട് അത് തിരിച്ചു വരും, പിന്നെ ബൗൺസ് ചെയ്യും. അങ്ങനത്തെ ഒരു നല്ല രസം, നല്ല ഒഴുക്കം മട്ടിലിരിക്കുന്ന ഒരു സാധനം അല്ലേ? ആണല്ലോ. അപ്പൊ അതാണ് ഇവിടെ സെറ്റ് ആയിട്ടുള്ളത്. അപ്പൊ ഇവിടെയൊക്കെ നോക്കിയേ, എന്താണ്, ഒരു ഫോം ഓഫ് എനർജി ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യണില്ലേ? ഇല്ലേ? നോക്കിയേ, ഇവിടെ ആണെങ്കിലും എന്താ, ഇതിങ്ങനെ ഫോഴ്സ് വൈബ്രേഷൻ കൊടുക്കുമ്പോൾ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുക അല്ലെ? വൈബ്രേറ്റ് ചെയ്യുക, അത് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. അറ്റത്ത് കിടക്കുന്ന സാധനം പോലും ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്ത് കൊടുക്കുക അല്ലെ? അപ്പൊ അത് നമുക്ക് നോക്കാം എന്താണ്. Here the energy received in one part of the medium spread to the other part by transferring into the adjacent parts and so on. കണ്ടോ? അതായത് നമ്മൾ എന്താ ചെയ്തത്, ആദ്യത്തെ കേസിൽ എന്ത് ചെയ്തു, കുറച്ച് സ്ഥലത്ത് വൈബ്രേഷൻ കൊടുത്തു. എന്താണ്? കുറച്ച് സ്ഥലത്ത് വൈബ്രേഷൻ കൊടുത്തു. ആ കൊടുത്ത വൈബ്രേഷൻ എന്ത് ചെയ്തു, ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാല്ലേ? അതായത് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുക അല്ലെ? ഇല്ലേ? അപ്പൊ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുന്ന ആ ഒരു പ്രോസസ്സിനെ വേണമെങ്കിൽ എന്ത് പറയാം, വേവ് മോഷൻ എന്ന് പറയാട്ടോ. എന്താണ്? വേവ് മോഷൻ ഈസ് വൺ ഓഫ് ദ മോഡ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് എനർജി ഫ്രം വൺ പാർട്ട് ഓഫ് ദ മീഡിയം ടു അതർ പാർട്ട്. അതായത് വേവ് മോഷൻ എന്ന് പറയുന്നത് എന്താ, നമ്മൾ സൗണ്ട് വേവ് ഒരു എനർജി ട്രാൻസ്ഫറിങ് ആണെന്ന് മിസ് പറഞ്ഞായിരുന്നു, അല്ലെങ്കിൽ ഒരു എനർജി ആണെന്ന് പറഞ്ഞായിരുന്നു. അതേപോലെ തന്നെ വേവ് മോഷനും എന്താണ്, ഒരു വൺ ഓഫ് ദ മോഡ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് എനർജി ഫ്രം ഒരു മീഡിയത്തിൽ നിന്നും വേറൊരു മീഡിയത്തിലേക്ക് പോണതാട്ടോ. അതായത് ഇപ്പൊ കണ്ടോ, ആ ഒരു ഹെലിക്കൽ പോലത്തെ സാധനം എന്ത് ചെയ്ത് ഇങ്ങനെ കൊടുക്കുമ്പോൾ അതിന്റെ എനർജി ഇങ്ങനെ കൊടുത്ത് അടുത്ത അറ്റത്തുള്ള ആൾക്ക് വരെ കൊടുക്കുക. നമ്മൾ പക്ഷെ അവിടെ പിടിച്ചല്ലല്ലോ വലിക്കുന്നത്, ഇവിടെ പിടിച്ചാലേ വലിക്കുന്നുണ്ടാവുക. ആൻഡ് ഓൾസോ അവിടെ നമ്മൾ ആ റേഡിയോ ഇതില് പൈപ്പിൽ നമ്മൾ ഓരോ ബോൾസ് ഒക്കെ ഇട്ടല്ലേ, ബോൾസ് ഒക്കെ ഇട്ട് കൊടുത്തപ്പോഴേക്കും എന്ത് സംഭവിച്ചു, നമ്മളിങ്ങനെ ബോൾസ് ഒക്കെ ഇട്ട് കൊടുത്തപ്പോൾ അതിങ്ങനെ വൈബ്രേറ്റ് ചെയ്തു. അങ്ങ് അറ്റത്ത് വരെയുള്ള സാധനം വരെ വൈബ്രേറ്റ് ചെയ്തു. കാരണം എന്താ, അവിടെ എന്തോ ആ എനർജി ഒരു മീഡിയത്തിൽ നിന്ന് വേറെ മീഡിയത്തിലേക്ക് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുക അല്ലെ? ദ കണ്ടിന്യൂസ് പ്രൊപ്പഗേഷൻ ഓഫ് എനർജി ഫ്രം വൺ പാർട്ട് ടു ദ അതർ പാർട്ട് ത്രൂ ഓസിലേഷൻ ഈസ് കോൾഡ് വേവ് മോഷൻ. അതായത് ഈ കണ്ടിന്യൂസ് എനർജി പ്രൊപ്പഗേഷൻ ഫ്രം വൺ പാർട്ട് ഓഫ് ദ പാർട്ട് ടു അതർ പാർട്ട് ത്രൂ ഓസിലേഷൻ. ഓസിലേഷൻ വഴി ഒരു പാർട്ടിൽ നിന്നും വേറൊരു പാർട്ടിലേക്ക് എനർജി ട്രാൻസ്ഫർ ചെയ്യണേനെയാണ് നമ്മൾ എന്ത് പറയാ, വേവ് മോഷൻ എന്ന് പറയാം. എന്താണ്? ഓസിലേഷൻ വഴി നമ്മുടെ ഒരു ഫോം ഓഫ് എനർജീനെ ഒരു പോയിന്റിൽ നിന്നും വേറൊരു പോയിന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണേനെയാണ് എന്ത് പറയാ, വേവ് മോഷൻ. അപ്പൊ നിങ്ങൾക്ക് വേവ് മോഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ? സെറ്റ്. ഓക്കെ, അപ്പൊ സം ഓഫ് ദ എക്സാമ്പിൾ ഫോർ വേവ് മോഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ റേഡിയോ വേവ്, സീസ്മിക് വേവ്, ലൈറ്റ് വേവ്, സൗണ്ട് വേവ്,
റിപ്പിൾസ് ഓൺ ദ സർഫസ് ഓഫ് ദ വാട്ടർ. അപ്പൊ ഇതൊക്കെ എന്താണ്? ഒരു സം കൈൻഡ് ഓഫ് വേവ് ആണ്, അല്ലെ? സോറി, വേവ് മോഷൻ ആണ്, അല്ലെ? അപ്പോൾ ഇതൊക്കെ ഇതിനകത്ത് ചിലതിന് എന്തുണ്ട്? മീഡിയം ആവശ്യമുണ്ട്. എന്താണ്? ചില സാധനങ്ങൾക്ക് എന്തുണ്ട്? മീഡിയം ആവശ്യമാണ്, ചിലതിന് എന്ത് വേണ്ട? മീഡിയം വേണ്ട. അതായത് സൗണ്ടിന് എന്ത് ആവശ്യമുണ്ട്? മീഡിയം ആവശ്യമുണ്ട്. മിസ് ഓൾറെഡി ഒരു എക്സാമ്പിൾ പറഞ്ഞായിരുന്നു. നമ്മുടെ ഡെവിൾ സിനിമയിൽ നമ്മുടെ തമന്നയും പ്രഭുദേവയും ഒക്കെ കൂടി അഭിനയിക്കുന്ന സിനിമയിൽ നമ്മുടെ തമന്നക്ക് പ്രേതം കയറിയല്ലേ, ഹൊറർ, അതായത് ഒരു ഗോസ്റ്റ് ഉണ്ട്. പക്ഷെ പ്രഭുദേവക്ക് അത് അറിയാം. പ്രഭുദേവന്റെ വായ ഇപ്പൊ എന്ത് ചെയ്യും? പ്രഭുദേവ ആ സത്യം കൊണ്ട് വിളിച്ചു പറയാൻ നോക്കുമ്പോ എന്ത് സംഭവിക്കുന്നു? പ്രഭുദേവ പറയണതൊന്നും ആർക്കും കേൾക്കാൻ പറ്റില്ല. ആർക്കും കേൾക്കാൻ പറ്റില്ല. അവിടെ അതൊരു ഫണ്ണാണ്. പക്ഷെ ശരിക്കും എന്താ ചെയ്തിട്ടുണ്ടായ നമുക്കൊരു മീഡിയം വേണം, സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പൊ ഞാൻ ഈ പറയുന്നത് നിങ്ങൾ കേൾക്കണമെങ്കിൽ അവിടെ ഒരു മീഡിയം വേണം അതിന് ട്രാവൽ ചെയ്യാൻ. ഇല്ലെങ്കിൽ ആ ഒരു മീഡിയം ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? സൗണ്ടിന് ട്രാവൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ചില വേവ്സിന് എന്തുണ്ട്? മീഡിയം ആവശ്യമാണ്. ചില വേവ്സിന് എന്തുണ്ട്? മീഡിയം ആവശ്യം അല്ല. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ചിലതിന് മീഡിയം ആവശ്യമുണ്ട്, ചിലതിന് മീഡിയം ആവശ്യമല്ല. അപ്പൊ നമുക്ക് മീഡിയം ആവശ്യമുള്ളത് ആവശ്യമില്ലാത്തത് നോക്കാം. ഇനി നോക്കിയേ, നമ്മുടെ വേവ്സ് ദാറ്റ് റിക്വയർ മീഡിയം ഫോർ ട്രാൻസ്മിഷൻ ആണ് നമ്മുടെ സൗണ്ട് സീസ്മിക് വേവ് ഉണ്ട് കേട്ടോ. സീസ്മിക് വേവിന് ആവശ്യമുണ്ട്? നമ്മുടെ ഇത് വേണം, മീഡിയം ആവശ്യമുണ്ട്. പിന്നെ മീഡിയം ആവശ്യമുള്ള സാധനമാണ് നമ്മുടെ സൗണ്ട് വേവ്. കാരണം മിസ് ഓൾറെഡി ഒരു എക്സാമ്പിൾ നമ്മുടെ പ്രഭുദേവയുടെ കാര്യം പറഞ്ഞല്ലേ. സൗണ്ട് വേവിന് ആവശ്യമുണ്ട്? ഒരു മീഡിയം ആവശ്യമുണ്ട്. പിന്നെ റിപ്പിൾസ് ഓൺ ദ സർഫസ് ഓഫ് വാട്ടർ, അതെ, നമ്മളെ തിരമാല അത് അടിക്കണമെങ്കിൽ എന്ത് വേണം? ഒരു മീഡിയം ആവശ്യമില്ലേ? നമുക്ക് അതും ആവശ്യം പറയാം. Ripples on the surface of water. ഓക്കെ, അപ്പൊ ഇതിനൊക്കെ ആവശ്യമുണ്ട്? ഒരു മീഡിയം ആവശ്യമുണ്ട്. പക്ഷെ അപ്പൊ മീഡിയം ആവശ്യമില്ലാത്തത് ആർക്കൊക്കെയാ? നമ്മുടെ റേഡിയോ വേവ്സിനും ആവശ്യമില്ല, ആൻഡ് ഓൾസോ ലൈറ്റ് വേവ്സിനും ആവശ്യമില്ല? മീഡിയം ആവശ്യമില്ല. മനസ്സിലായോ? ഇതിന് നല്ലൊരു എക്സാമ്പിൾ തന്നെ ഉണ്ട്. നമ്മളുടെ ഇടിമിന്നലും ലൈറ്റ്നിങ് ഒക്കെ വരുമ്പോഴേക്കും എന്ത് സംഭവിക്കും? നമ്മൾ ആദ്യം ആരെയെ കാണുക? ലൈറ്റ് ആയിരിക്കുമല്ലോ. നമുക്ക് ഇടിമിന്നൽ അടിച്ചു കഴിഞ്ഞാൽ ഒരു കുറച്ച് നേരം കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ ഉണ്ടാവുക? നമ്മുടെ സൗണ്ട് വേവ് ഉണ്ടാവുക, സൗണ്ട് പ്രൊഡക്ഷൻ ഉണ്ടാവുക. കാരണം ലൈറ്റിന് ഒരു മീഡിയം ആവശ്യമില്ല. അതിൻ്റെ ആൾസോ അതിൻ്റെ സ്പീഡ് 3 × 10⁸ ആണ്. അത് അത്രയും സ്പീഡിലാണ് അത് ട്രാവൽ ചെയ്യാനുണ്ടാവുക. അതുകൊണ്ട് പെട്ടെന്ന് ലൈറ്റ് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ സൗണ്ടിന് ഓരോ മീഡിയത്തിലും ഓരോ മീഡിയത്തിൽ കൂടി പോകുമ്പോൾ സൗണ്ടിന്റെ സ്പീഡിന് വ്യത്യാസമുണ്ട്. അതായത് ചിലപ്പോൾ വെള്ളത്തിൽ കൂടി പോകുന്ന നമ്മൾ വെള്ളത്തിൽ സംസാരിക്കാൻ ആരും വെള്ളത്തിൽ സംസാരിച്ചാൽ അപ്പം തന്നെ വായിലേക്ക് വെള്ളം പോകും, അത് വേറെ കാര്യം. എന്നാലും നമ്മൾ വെള്ളത്തിൽ കൂടി ഒരു ട്രാൻസ്ഫർ മോഡ് ഓഫ് സൗണ്ട് കൊടുത്താലും, അതേപോലെ നമ്മളിപ്പോൾ കരയിൽ നിന്ന് സംസാരിക്കുമ്പോഴും വേറെ ഏത് സ്ഥലത്ത് നിന്നാലും അങ്ങനെയൊക്കെ വെക്കുമ്പോൾ നമ്മുടെ സൗണ്ടിന്റെ വേവിന്, അതായത് സൗണ്ടിന്റെ സ്പീഡിന് വ്യത്യാസം വരുന്നു. ഓക്കെ, ഇപ്പൊ നമ്മള് ബഹിരാകാശത്തൊക്കെ പോയി കഴിഞ്ഞാൽ അവര് സംസാരിച്ച കേൾക്കോ ഇല്ല, അവിടെ വാക്വം ആയിട്ടാണ് അവര് റേഡിയോ ടെലിസ്കോപ്പ് അങ്ങനത്തെ എന്തോ സാധനം വെച്ചിട്ടാണ് സംസാരിക്കാൻ ഉണ്ടാവുക. അപ്പൊ അതൊക്കെ കണ്ടോ? അപ്പൊ സൗണ്ടിന്റെ സ്പീഡിന് ഭയങ്കര ഡിഫറൻസ് ഉണ്ട് ഓരോ മീഡിയത്തിനും. പക്ഷെ ലൈറ്റിന് ഒരു കോമൺ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇടിമിന്നലൊക്കെ കേൾക്കുമ്പോൾ ആദ്യം ലൈറ്റ് വരാ, ദെന്നുള്ളി നമ്മുടെ സൗണ്ട് വരാ കേട്ടോ. അപ്പൊ നമുക്കറിയാം സൗണ്ടിൻ വേവ്സ് തന്നെ മീഡിയം ഉള്ളതിലും മീഡിയം ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും നമ്മൾ നോക്കിയല്ലേ. അപ്പൊ ഇനി ഇതിന്റെ ബാക്കി മിസ് അടുത്ത സെക്ഷനിൽ കാണാം. അപ്പൊ ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ പഠിച്ചതെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? പഠിച്ചിട്ടുണ്ടായത്? നമ്മൾ എന്തൊക്കെ പഠിച്ചു? നമ്മൾ മെയിൻ ആയിട്ട് പഠിച്ചത് നമ്മുടെ ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആൻഡ് റെസൊണൻസിനെ കുറിച്ചാലേ പഠിച്ചത്. നല്ല ഈസിയാണ്. നമുക്ക് മിസ് ഫോൺ വൈബ്രേറ്റ് ചെയ്യണ കാര്യം വെച്ച് തന്നെ അങ്ങനെ പറഞ്ഞു അല്ലെ, ഭയങ്കര ഈസിയാണ്. അത് കഴിഞ്ഞ് പിന്നെന്താ പഠിച്ചിട്ടുണ്ടായത്? നമ്മുടെ വേവ് മോഷൻ. ഇന്ന് 2 സിമ്പിൾ ടോപ്പിക്സ് ആണ്, പക്ഷെ അത് ഇത്തിരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് നമ്മൾ നോക്കിയിട്ടുണ്ടായത്. അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. മിസ് എന്തായാലും അത് കാണും, ആൻഡ് ഓൾസോ അതിന് റിപ്ലൈ തരും. പിന്നെ എല്ലാവരും പതിയാണെങ്കിലും എക്സാമിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക.
അപ്പൊ എന്താ എക്സാംസ് ഇങ്ങനെ അടുത്ത് വരാം. മിസ് പഠിപ്പിക്കാനല്ല, സ്റ്റിൽ മിസ് പറയാ. ഓക്കെ, അപ്പൊ നമുക്കിനി ഈ ചാപ്റ്ററിന്റെ അടുത്ത സെക്ഷൻ ആയിട്ട് നമുക്ക് പിന്നെ കാണാം കേട്ടോ. ഓക്കെ, hope you guys enjoy this video. Okay then, bye.